الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى നമ്മളുടെ ഇബാദത്തുകളൊക്കെ കബൂലാക്കട്ടെ. ഈ തസ്കിയത്ത് ചെയ്യപ്പെടുന്ന ദിവസങ്ങളാണ്, അതെപ്പോഴും മനസ്സിൽ വേണം. സ്വർണം കല്ലുകൾക്കിടയിൽ നിന്ന് മണ്ണിൻ്റെ ഇടയിൽ നിന്ന് എടുക്കും, അങ്ങനെ വെള്ളത്തിലിട്ട് അതിനെ കറക്കി 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 വെള്ളം പോയി, കല്ല് പോയി, മണ്ണ് പോയി, അവസാനം 2-3 തരി സ്വർണം ആ പാത്രത്തിൽ ബാക്കിയുണ്ടാവും. റമദാനിൽ അള്ളാഹു അടിമകളെ കറക്കും. നോമ്പിൻ്റെ അവസാനം ആ സ്വർണ്ണത്തരികൾ ബാക്കിയുണ്ടാവും. ചണ്ടികളൊക്കെ പുറത്തു പോവും. നമ്മളൊക്കെ ചെയ്തു കൂട്ടിയ പാപങ്ങളോ അനുസരണക്കേടോ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ കറക്കുന്ന കറങ്ങൽ നമ്മൾ പുറത്തു പോവും. ചില ഭാഗ്യവന്മാർ റമദാനിൻ്റെ അവസാനമാകുമ്പോൾ ആ സ്വർണത്തിനെ പോലെ തിളങ്ങും. അതിൽ പെടാനാണ് ശ്രമിക്കേണ്ടത്. അതിലായി കിട്ടിയവൻ ജയിച്ചു. തോറ്റു കൊടുക്കരുത്. അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ആഫിയത്തിന്, ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖിന്. തടിക്ക് ആഫിയത്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. തടിക്ക് മടി പിടിച്ചു പോയാൽ അമലുകൾ നടക്കൂല. ആരോഗ്യമുള്ളവരും ആഫിയത്തുള്ളവരും തൗഫീഖുള്ളവരും നമ്മളെക്കാളും ഇഷ്ടം പോലെ ചെയ്തിട്ട് കൊണ്ടുപോകും. നമ്മൾ 0 ആയിട്ട് ബാക്കിയാവും. ഖബറിൽ ഒരു പക്ഷേ സലഫുകൾ പറഞ്ഞ പോലെ ഖബറിൽ ഒരു പക്ഷേ ഖബറാളിയോട് ചോദിച്ചാൽ തമന്നഹു, എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ കൊതികളുണ്ടെങ്കിൽ പറഞ്ഞോളി. ലയതമന്നൗ യൗമൻ മിൻ റമദാൻ, റമദാൻ മാസത്തിന്റെ ഒരു ദിവസം ചിലപ്പോൾ അവര് കൊതിക്കും, ആഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആൾക്കാരെ നോക്കണ്ട, ആരാനെ നോക്കണ്ട, നമ്മളെ തടിനെ നോക്കിയാൽ മതി. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം, കഴിവിന്റെ പരമാവധി ചെയ്യാം. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, സാരിഉ, നിങ്ങൾ ഓടണം, അതിവേഗതയിൽ ഓടണം, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് തരാമെന്ന് ഏറ്റിരിക്കുന്ന മഗ്ഫിറത്തിലേക്ക്, വജന്ന, അത് കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക്. കാരണം പാപത്തിന്റെ കറകളുള്ള ഹൃദയങ്ങൾക്ക് സ്വർഗമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമ ഒരു തെറ്റ് ചെയ്താൽ നുക്തതൻ സൗദാ, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. പാപങ്ങൾ അധികരിക്കുന്നതിനനുസരിച്ച് ആ കറുപ്പ് കൂടും. അവസാനം ഹൃദയത്തെ ഖസാവത്തുൽ ഖൽബ് എന്ന രോഗം ബാധിക്കും. ഹൃദയം മൂടിപ്പോവും. പിന്നെ നസീഹത്ത് ഉപകരിക്കൂല. ഖുർആനിന്റെ ആയത്തുകൾ ഉള്ളിലേക്ക് ഇറങ്ങൂല. ആയത്തുകൾ കേൾക്കുമ്പം ഈമാൻ വർദ്ധിക്കൂല. അള്ളാഹുവിന്റെ മുമ്പിൽ അടിമത്തം കാണിക്കാൻ സാധിക്കൂല. അപകടമായിരിക്കും. പക്ഷേ തൗബ ചെയ്താൽ, ഇന്ന് നമ്മൾ ഓതി, അല്ലാഹു ഹുവ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനി സയ്യിആത്, നിങ്ങളുടെ റബ്ബ് തൗബ സ്വീകരിക്കുന്നവനും പാപങ്ങളെ വിട്ടുവീഴ്ച ചെയ്യുന്നവനും കഴുകി ശുദ്ധിയാക്കി തരുന്നവനുമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ, അതുകൊണ്ട് നിങ്ങൾ ശുദ്ധിയായിക്കോളി. നിങ്ങളെ തുണിയും ശരീരവും നിങ്ങൾ ശുദ്ധിയാക്കുന്ന പോലെ നിങ്ങളുടെ ഖൽബിനെയും നിങ്ങൾ ശുദ്ധിയാക്കിക്കോളി. ആ വെളുത്ത ഹൃദയത്തിന് മാത്രമേ സ്വർഗമുള്ളൂ. അർദുഹസ്സമാവാതു വൽ അർദ്, അത് ആകാശഭൂമികളെക്കാളും വിശാലമാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്നുമല്ല സ്വർഗം. നമുക്ക് വിചാരിക്കാനും കഴിയില്ല. ഒരു മനുഷ്യന്റെ മനസ്സിന്
ചിന്തിച്ചെടുക്കാൻ സാധ്യമേ അല്ല സ്വർഗം, അത്ര മനോഹരമാണ്. സഹാബാക്കൾ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു മുഅ്തദി യുദ്ധത്തിൽ ഷഹീദായി. സെയ്ദ് ബിൻ ഹാരിസ, അബ്ദുല്ലാഹി ബിൻ റവാഹ, ജാഫർ ബിൻ അബി താലിബ്, ഈ മൂന്നാൾക്കാരെയാ കൊടിയേൽപ്പിച്ചത്. റസൂലുള്ളാഹി പറഞ്ഞു, ആദ്യം സെയ്ദ് കൊടി പിടിക്കണം. സെയ്ദ് വഫാത്തായാൽ, ഷഹീദായാൽ ജാഫർ കൊടിയെടുക്കണം. ജാഫറും ഷഹീദായാൽ അബ്ദുള്ള കൊടിയെടുക്കണം. അബ്ദുള്ളയും ഷഹീദായാൽ മുസ്ലിമീങ്ങൾ ആരെങ്കിലും ഒരാളെ പെട്ടെന്ന് ഉത്തരവാദിത്വം ഏൽപ്പിച്ചോളണം. ഈ വർത്തമാനം കേട്ടൊരു ജൂതൻ പറഞ്ഞു, ഈ മൂന്നാളും ഷഹീദാവും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോരുത്തരെ മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്നാളും ഷഹീദാവും. അതേപോലെ ഷഹീദായി. അവസാനം കൊടി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എടുത്തു. മുസ്ലിമീങ്ങൾ ജയിച്ചിട്ട് വരികയും ചെയ്തു. മദീനയിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യുദ്ധത്തിന്റെ ഓരോ രംഗങ്ങളും വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. തങ്ങൾ പള്ളിയിൽ നിന്ന് പെട്ടെന്ന് മൗനിയായി, ഒന്നും മിണ്ടുന്നില്ല, തലയും താഴ്ത്തിയിരുന്നിട്ട് പറഞ്ഞു, ജാഫർ ഷഹീദായി. അബൂ ത്വാലിബിന്റെ മകൻ റസൂലുള്ളാഹി തങ്ങളുമായി സ്വഭാവത്തിലും രൂപത്തിലും സൗന്ദര്യത്തിലും ഒക്കെ ഒരേപോലെയുള്ള ആൾ ജാഫർ. തങ്ങൾ പറഞ്ഞു, ജാഫറിന്റെ വലത്തെ കൈക്ക് വെട്ടേറ്റു. സ്വർഗത്ത് പോവാനാണ്, നമ്മൾ ചെയ്യുന്ന സ്വർഗത്ത് പോവാനാണ്. ജാഫറിന്റെ വലത്തെ കൈ പോയി. അപ്പൊ കൊടി ഇടത്തെ കൈയിലേക്ക് പിടിച്ചു. പിന്നെയും ആരോ വെട്ടി, ഇടത്തെ കൈയും പോയി. പക്ഷെ കൊടി വീഴാൻ സമ്മതിച്ചില്ല. രണ്ട് പാർശ്വങ്ങളെ കൊണ്ട് കൊടി ചേർത്ത് പിടിച്ചു. പക്ഷെ നെഞ്ചത്താരോ അമ്പെയ്തു. ജാഫർ ഷഹീദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഫറിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഭാര്യ അസ്മാവും അബ്ദുള്ള, ഉമർ എന്ന പേരുള്ള രണ്ട് മക്കളുണ്ട്. വീട്ടിൽ കയറി വന്ന അതിഥിയെ കണ്ട് അസ്മ ആകെ അന്തം വിട്ടു, വല്ലാണ്ട് സന്തോഷിച്ചു. കാരണം അതിഥി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അസ്മ പെട്ടെന്ന് ഗോതമ്പ് മാവ് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അസ്മ, നീ ജാഫറിന്റെ രണ്ട് മക്കളെ വിളിക്കും. ആ രണ്ട് മക്കൾ ഓടി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ താലോലിച്ചു, അവരെ ചുംബിച്ചു, അവരെടുത്ത് സന്തോഷം പ്രകടിപ്പിച്ചു. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറയാണ്. ഇത് അസ്മ കണ്ടു. അസ്മ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ ബാലു ജാഫർ, ജാഫറിന് എന്ത് പറ്റി? എൻ്റെ രണ്ട് മക്കളുടെ സന്തോഷം കണ്ടിട്ടും അങ്ങ് കരയുന്നത് ജാഫറിന് എന്തോ സംഭവിച്ചത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്മ, നിനക്ക് അല്ലാഹു ജാഫറിനേക്കാളും നല്ല ആളെ പകരം തരട്ടെ. അസ്മ പറഞ്ഞു, എൻ്റെ വീട് നിശ്ചലമായി, എൻ്റെ മക്കൾ പിന്നെ ചിരിക്കുന്നില്ല. ഞാൻ കുഴച്ചു വെച്ച മാവ് ഒരു പക്ഷി വന്ന് കൊത്തിയിട്ട് പറന്നാൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എടുത്തിട്ട് പോകും. അത്ര നിശ്ചലമായി എൻ്റെ വീട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കളോട് നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ജാഫറിനെ സ്വർഗത്തിൽ കാണുന്നു. മുഅ്തദിൽ ശത്രുക്കൾ വെട്ടിമാറ്റിയ രണ്ട് കൈകൾക്ക് പകരം അള്ളാഹു സ്വർണത്തിന്റെ രണ്ട് ചിറകുകൾ കൊടുത്ത് ജാഫർ സ്വർഗത്തിൽ പറക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു. ഹദീസിന്റെ റാവി പറഞ്ഞു, പിന്നീട് നമ്മൾ ഈ മക്കളെ കാണുമ്പോൾ വിളിക്കും, യബ്ന തയ്യാർ, സ്വർഗത്തിൽ പറക്കുന്ന ജാഫറിന്റെ മോനെ എന്നാണ് നമ്മളെ വിളിച്ചത്. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അങ്ങനെ പോയത് സ്വർഗത്തിലേക്കാണ്. നമ്മൾ പോവാൻ ആഗ്രഹിക്കുന്നത് ആ സ്വർഗാണ്. പക്ഷെ നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല, നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. മടി വരുന്നു, ശരീരം വേദനിക്കുന്നു, തിരക്കുകൾ നമ്മളെ വന്നിട്ട് മൂടുന്നു, നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, വെറുതെ കിട്ടൂല. ധൃതിയാവണം, ഓടണം, തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. തെറ്റ് ചെയ്യാത്തവരൊന്നും ആരുമില്ല, എല്ലാവരും പാപികളാണ്. എങ്ങനെങ്കിലും എന്തെങ്കിലും കറ ഹൃദയത്തിനുണ്ടാവും. പക്ഷെ മരിക്കുന്ന സമയത്ത് മനസ്സിലാ കറയുണ്ടെങ്കിൽ മലക്കുകൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവില്ല. ഇലാ മഗ്ഫിറത്ത്. അതുകൊണ്ട് റമദാൻ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് നരകത്തിന്റെ വാതിൽ അടച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണ റഹ്മത്തോടെ അടിമകളെ സ്വീകരിക്കാൻ നിൽക്കുന്ന ടൈമാണ്. അടുത്തോളിൻ, ഓടിക്കോളിൻ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഇതുവരെ ഇല്ലാത്തത്രയും അധികം ചെയ്യാൻ ശ്രമിച്ചോളിൻ. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. ചെയ്തതൊക്കെ അള്ളാഹു
ഖബൂലാക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.